ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറച്ച് കാലത്തിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. ഇന്ന് എല്ലാവരും ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്നത് NHS ജോബ്സിലേക്ക് എങ്ങനെയെങ്കിലും കയറിപ്പറ്റാൻ വേണ്ടിയിട്ടായിരിക്കും. ഞാൻ ആദ്യമായിട്ട് UK വന്നപ്പോൾ എൻ്റെ സ്ഥിരം പരിപാടി യൂട്യൂബിൽ ഫുൾ NHS ജോബ്സിനെ കുറിച്ചിട്ട് സെർച്ച് ചെയ്യലും അതിലേക്ക് എങ്ങനെയെങ്കിലും എത്തിപ്പെടാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ എൻ്റെ മുമ്പത്തെ കുറച്ച് വീഡിയോസിൽ, മുമ്പത്തേന്ന് പറഞ്ഞാൽ കുറച്ച് വീഡിയോസ് ഒന്നുമില്ല, ജസ്റ്റ് 2 വീഡിയോസിൽ ഞാൻ എങ്ങനെയാണ് NHS ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ ചെയ്യേണ്ടതെന്നും എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ഡ്യൂറിംഗ് ദ ടൈം ഓഫ് ഇൻ്റർവ്യൂ ചെയ്യേണ്ടതെന്നും ജസ്റ്റ് ഗൈഡ് ലൈൻസ് പോലെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏത് സൈറ്റ് വഴിയാണ് ഞാൻ എൻ്റെ ആപ്ലിക്കേഷൻ ഇട്ടുകൊണ്ടിരുന്നത്, എങ്ങനെയാണ് ഞാൻ എൻ്റെ NHS ജോബ്സിൽ എത്തിച്ചേർന്നത് എന്നുള്ളതാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ബേസിക്കലി ഫോക്കസ് ചെയ്തിരുന്നത് അഡ്മിൻ ആൻഡ് ക്ലറിക്കൽ ജോബ്സ് ആയിരുന്നു. സ്പെഷ്യാലിറ്റി അഡ്മിനിസ്ട്രേഷൻ വരുന്ന ജോബ്സ് ആയിരുന്നു ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. എനിക്ക് UK പ്രീവിയസ് വർക്കിംഗ് എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു. ഞാൻ വെരി ഫ്രഷ് കരിയർ ആയിരുന്നു UK സ്റ്റാർട്ട് ചെയ്യാനിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്താ പറയുക, ഒരുപാട് ഓപ്ഷൻസ് എനിക്ക് മുമ്പിൽ വേറെ ഉണ്ടായിരുന്നു. McD പോവാം, KFC പോവാം, പാർട്ട് ടൈം വേറെ ജോബ്സിന് പോവാം, ഒരുപാട് സ്റ്റോഴ്സ്, സൂപ്പർ മാർക്കറ്റ്സ് എല്ലാം ഉണ്ട്. പക്ഷേ വൺസ് നമ്മൾ അവിടെ കരിയർ സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ നമ്മുടെ കരിയർ അതായി പോകും എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ധാരണ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആസ് എ ബിഗിനർ UK നല്ലൊരു കരിയർ സ്റ്റാർട്ട് ചെയ്യണമെന്ന് തന്നെ ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് തന്നെ കുറച്ച് ടൈം നമ്മളൊന്ന് സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഞാൻ ബേസിക്കലി ഫോക്കസ് ചെയ്തിരുന്നത് ഒരുപാട് സൈറ്റ്സൊന്നും ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് സിംഗിൾ സൈറ്റ് മാത്രമാണ് ഞാൻ ഫോക്കസ് ചെയ്തിരുന്നത്. ട്രാക്ക് ജോബ്സ്, TRAC.jobs. ട്രാക്ക് ജോബ്സ് വഴിയാണ് എൻ്റെ എല്ലാ ആപ്ലിക്കേഷൻസും ഞാൻ ഇട്ടുകൊണ്ടിരുന്നത്. ഇന്നും ഞാൻ ആപ്ലിക്കേഷൻസ് ഇടുന്നതും എല്ലാ ട്രാക്ക് ജോബ്സ് വഴി തന്നെയാണ്. പിന്നെ വേറൊരു ട്രസ്റ്റ്ഫുൾ സൈറ്റ് എന്ന് പറഞ്ഞാൽ NHS ജോബ്സ് എന്ന് പറഞ്ഞ സൈറ്റാണ്. അതുകൂടി അതിൽ കുറച്ചും കൂടി ഈസിയാണ് നമുക്ക് ആപ്ലിക്കേഷൻസ് ഒക്കെ സബ്മിറ്റ് ചെയ്യാനായിട്ട്. പക്ഷേ ട്രാക്ക് ജോബ്സിൽ കുറച്ചും കൂടി ഇലാബറേറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. എൻ്റെ 3rd മന്ത് May 7th ഞാൻ എൻ്റെ ഫസ്റ്റ് NHS ജോബ്സിലേക്ക് കയറുന്നത്. അത് എൻ്റെ 2ാമത്തെ ഇന്റർവ്യൂവിലാണ് ഞാൻ NHS ജോബ്സ് ക്രാക്ക് ചെയ്ത് എൻ്റെ ജോലിയിലേക്ക് കയറുന്നത്. അപ്പോൾ നേരെ ഗൂഗിളിൽ പോയിട്ട് ട്രാക്ക് ജോബ്സ് ലോഗിൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓൾറെഡി ട്രാക്ക് അക്കൗണ്ട് ഉള്ളവർക്ക് സൈൻ ഇൻ ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് ലോഗിൻ ചെയ്യാം. അല്ലാത്തവർക്ക് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ മെയിൽ ID എൻ്റർ ചെയ്ത് കൊടുക്കുക. ഐ എം നോട്ട് എ റോബോട്ട് എന്നുള്ളത് ടിക്ക് മാർക്ക് ചെയ്യുക. ക്രിയേറ്റ് യുവർ അക്കൗണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്സ് നോട്ടിഫിക്കേഷൻ നമ്മുടെ Gmail അക്കൗണ്ടിൽ വരും. നമുക്ക് റിസീവ് ചെയ്ത ലിങ്കിൽ പോയിട്ട് എല്ലാ ഇൻഫർമേഷൻസും ഫില്ല് ചെയ്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ടൈറ്റിൽ, ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ഫാമിലി നെയിം, കൺട്രി, ടെലിഫോൺ, പ്രിഫേർഡ് ലാംഗ്വേജ്. അപ്പോൾ ഈ സൈറ്റ് എന്ന് പറഞ്ഞാൽ ജോബ്സ് അപ്ലൈ ചെയ്യാനും ആപ്ലിക്കേഷൻസ് ട്രാക്ക് ചെയ്യാനും മാത്രമല്ല, വൺസ് നമ്മൾ ഓഫേർഡ് ആയി കഴിഞ്ഞാൽ നമ്മുടെ പ്രീ എംപ്ലോയ്മെൻറ്റ് ചെക്സ് സ്റ്റേറ്റസ്, നമ്മുടെ കണ്ടീഷണൽ അൺകണ്ടീഷണൽ ഓഫർ ലെറ്റേഴ്സ് എല്ലാം യൂസ് ചെയ്യാം. നമുക്ക് നമ്മുടെ കോൺട്രാക്ട് സൈൻ ചെയ്യാം. എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻസ് ട്രാക്ക് വഴി നമുക്ക് സെൻഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് റിപ്ലൈ ബാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസും ട്രാക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഓൾറെഡി ഇവിടെ സൈൻ ഇൻ ചെയ്തിട്ടേക്കാണ്. അപ്പോൾ ജസ്റ്റ് എൻ്റെ ഒരു ഡാഷ്ബോർഡ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ നേരെ ചെല്ലുന്നത് ഈ ഡാഷ്ബോർഡിലേക്കാണ്. ഇവിടെ എൻ്റെ ആപ്ലിക്കേഷൻസ് നമുക്ക് വ്യൂ ചെയ്യാം. 117 ആപ്ലിക്കേഷൻസ് ആണ് ആസ് ഓഫ് നൗ ഞാൻ ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഓരോ ആപ്ലിക്കേഷൻസും ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് കാറ്റഗറൈസേഷൻ ആണിത്. അപ്പോൾ ബൈ, സീ യു ഓൾ ഇൻ മൈ നെക്സ്റ്റ്